നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ എങ്ങോട്ടാ ഇടിച്ചേരി പോകുന്നത്? ഈ പ്രോഡക്റ്റ് മറ്റു ഗ്രൂപ്പുകളെ പോലെ അല്ല മാഡം. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് ഇത് കുറെ കാലത്തേക്ക് കേടുവരില്ല. മാത്രമല്ല ഇതിന്റെ ഹെഡ് മാറ്റാൻ പറ്റും. ഇവിടുള്ള സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. അതെ, ഈ വീട്ടിൽ എന്റെ ആവശ്യമില്ല കുട്ടി. സർ പ്ലീസ്, ഒരു വീട്ടിൽ എന്തൊക്കെ വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്നതേ അവിടെയുള്ള സ്ത്രീകളാണ്. സാർ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കുന്നത് ശരിയല്ല. ഒരു വട്ടമെങ്കിലും ഭാര്യയുടെ അഭിപ്രായം ചോദിക്കണ്ടേ? എനിക്ക് തോന്നുന്നതേ സാറിന്റെ ഭാര്യയ്ക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നാ. ആദ്യം തന്നെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കുട്ടിയുണ്ടല്ലോ, ഈ പറഞ്ഞാൽ ഒരു വക ഇദ്ദേഹം കേക്കില്ല. ചേച്ചി ഇത് കേക്കണം. നമ്മള് സ്ത്രീകളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ ഇവര് ആണുങ്ങൾ വേണ്ടേ മനസ്സിലാക്കി ഓരോന്നും ചെയ്യാൻ. പക്ഷെ പുള്ളിക്കാരൻ ഏത് സമയം നോക്കിയാലും നിയമപുസ്തകം തുറന്ന് അവിടെ ഇരിപ്പായിരിക്കും. എന്ത് കഷ്ടാ സാറേ ഇത്. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരം ഞാൻ സഹിക്കണം തന്നെ. കുട്ടി ഒന്ന് പോയി തരാവോ? എനിക്കൊന്നും വേണ്ട. സാറിന് വേണ്ടെങ്കി വേണ്ട, വൈഫിന് വാങ്ങാലോ. അത് ശരിയാ. ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ഒരാളാ. എനിക്കിത് വേണോന്ന് തോന്നിയാൽ ഞാനിത് വാങ്ങും. അത് തടയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ശരിയാ, എനിക്ക് ഒരു അധികാരമില്ല. അത് കലക്കി മാഡം. കഴുത്തിന് താലി കെട്ടിയ എന്തും ആകാന്ന ചില ആണുങ്ങളുടെ വിചാരം. അതെ, ഞാനേ പുള്ളിക്കാരനെ പലതും പറയും. അത് ചേച്ചിക്ക് അദ്ദേഹത്തെ കുറ്റം പറയാനുള്ള ലൈസൻസ് അല്ല. സോറി മാഡം. ശരി, ഞാൻ ഒരെണ്ണം വാങ്ങാം. താങ്ക് യു മാഡം. ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടോ? ഇല്ല മാഡം. ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം. ശരി. സാറേ, പറയുന്നുണ്ടോന്നും തോന്നരുത്. ഈ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതേ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാര്യയെ കൊണ്ട് കാശ് ചെലവാക്കുന്നത് ആണുങ്ങൾക്ക്